ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് എന്താ പരിപാടി? ഇന്ന് പരിപാടി ചോറ്, വെണ്ടക്കായ സാമ്പാർ, പയറുപ്പേരി, മീൻ പൊരിച്ചത്. ഇന്ന് ബറാത്തുരാവാട്ടോ. ഉച്ചരിമേക്ക് ചീരനൊക്കെ ഉണ്ടാക്കണം. എന്താ ഉണ്ടാക്കുന്നേ? പഴംപൊരി എന്തെങ്കിലും ഉണ്ടാക്കാം. അതിന് നമ്മളെ എമിസാറ് സമ്മതിക്കാനാവോ? എമി അവിടെ ഉണ്ട് കേട്ടോ. പെരിക്കുള്ള പയറ് അരിയാട്ടോ. അവിടെ കറിക്കുള്ളതൊക്കെ ശരിയാക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ എന്ത് ചീരനിയാ ഉണ്ടാക്കുന്നത് പറഞ്ഞോ. എമി എന്താ കാട്ടണേ? എമിക്കൊരു കോല് സമ്മതിക്കണില്ല. കുക്കർ വർത്താനം പറയാൻ സമ്മതിക്കണില്ല. കുക്കറിനോട് കൂക്കല്ലേ പറയും. ഇന്ന് രാവിലെ ദോശയും ഉള്ളിക്കറിയായിരുന്നു കേട്ടോ. ദോശ അപ്പം. ഞങ്ങളുടെ അവിടെ ദോശ അത് വെള്ളം അവിടെ അപ്പത്തിനുള്ള ദോശ എന്ന് പറയാം. ഇന്ന് ഇവിടെ ആരുമില്ല. ഇന്ന് ഞങ്ങള് മാത്രമേ ഉള്ളൂ. മൂത്തതാ ഉണ്ടാക്കാൻ. ഓഫാക്കട്ടെ. ഒരാളവിടെ പയറെടുത്തിട്ട് ഓടിയിട്ടുണ്ട്. പയർ ഇവിടെ അരിഞ്ഞു വെച്ചിട്ട് ഫുള്ളായിട്ട്. സാമ്പാറിന് ഇതാ പരിപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി മുളകും പൊടി ഇതവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. കായം പറ്റി വെച്ചിട്ടുണ്ട്. സാമ്പാർ ഇവിടെ ആവാറായിട്ടോ. ചോറ് ഇവിടെ ആവാറായി. തീ അങ്ങോടൊപ്പം പോന്നു. തീ വല്ലാത്ത തീയണ്ട്. ചോറ് വേവാരായി. ഞങ്ങളുടെ ഉപ്പേരി കൂട്ടാനെടുപ്പത്തുണ്ട്. പിന്നെ ഉപ്പേരിക്കുള്ളത് തുറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ക്യാരറ്റ് ജ്യൂസ് അടിക്കാതെ നേരാക്കട്ടെ. ഷംനു അടിക്കാനും തുറക്കാനൊക്കെ പോയി. എമി ഉറങ്ങി. നാളെ ഇനിയിപ്പോൾ നോമ്പല്ലേ, ബറാത്തിൻ്റെ നോമ്പ്. ഉച്ചരുമ്പോൾ ചീരനെ എന്തെങ്കിലും ഉണ്ടാക്കണം. ഷാൻതാത്തേ ആളെ കിട്ടിയില്ല അത്ര. ബറാത്തിനെ താത്തനൊക്കെ ചെയ്യണം. ചേച്ചി വന്നില്ല അത്ര. ചേച്ചി വന്നിട്ട് ഇനി ചേച്ചി വരികയാണോ പറയുന്നുണ്ട്. ചേച്ചീനെ വിളിച്ചിട്ട് അന്ന് വിളിച്ചിട്ട് പിന്നെ വേണ്ടായിരുന്നില്ലേ. സമയമായോ? ബാ, ഞങ്ങൾ നോമ്പിൻ്റെ നനച്ചുലൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ കഴിഞ്ഞോ? ഞങ്ങൾ 2 ദിവസമായിട്ട് അതന്നെ ചെയ്തായിരുന്നു പണികൾ. കട്ടിലും ജനലും വാതിലൊക്കെ കഴുകി. ഇനി അടുക്കള ഉണ്ട്. അതിന് ബറാത്തിൻ്റെ നോമ്പ് കേട്ടച്ചിട്ടാ ഇനി അതൊക്കെ ചെയ്യാണ്ട്. പിന്നെ നാളെ നോമ്പല്ലേ, അത് കഴിഞ്ഞിട്ട് ചെയ്യണം. നിങ്ങളൊക്കെ എവിടെ വരെ ആയി നോമ്പിൻ്റെ പണികൾ? ഞാൻ ഷംനൂട്ടനായിട്ടൊക്കെ ചെയ്തത്. ഇനി നോമ്പായ ഉച്ച വരുമ്പോൾ ചായയുടെ കടി അങ്ങനെയുള്ളതൊക്കെ ഇട്ട് നല്ല രസമാണ്. ഇന്ന് വെണ്ടക്കായ സാമ്പാർ.
പൊരിക്കാൻ പോവാട്ടോ. മീന് പൊരിക്കട്ടെ കേട്ടോ. ചോറ് ഇതവിടെ ആയി. അവിടെ മീൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പേരി ഇവിടെ അടുപ്പത്തുണ്ട്. മീൻ പൊരിക്കുക. ഇന്ന് കേര കേട്ടോ. ഇനിയിപ്പോൾ നാളെ നോമ്പല്ലേ. നാളെ ഇനി വൈകുന്നേരം വീഡിയോ ഉണ്ടാവുള്ളൂ. നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ ഏകദേശം കഴിഞ്ഞു. ഇനിയും ഉണ്ടല്ലമ്മ കുറച്ചും കൂടി. ഇനി അടുക്കള ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതവിടെ മീൻ പൊരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പണി ഇങ്ങനെ പതുക്കെയാണ് കേട്ടോ. വേഗം ചെയ്യാൻ പറ്റില്ല ഇവിടെ. കുട്ടിയുടെ പിന്നെ ആർക്കെ കാരണേ അവൻ ഉറങ്ങാൻ നേരത്തെ ഞങ്ങളെല്ലാ പണി ഞങ്ങൾ എടുക്കുക. പിന്നെ ഞങ്ങളെ വീഡിയോ ഇഷ്ടമാകുക വെച്ചാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. ഉപ്പേരിയൊക്കെ ഇവിടെ അടുപ്പത്തായി. ഇനി നമുക്ക് നല്ല മാസമല്ലേ വരുന്നത്. എല്ലാവരും നോമ്പൊക്കെ എടുത്തിട്ട് നല്ല രസമുള്ളൊരു മാസമല്ലേ ഇത് അല്ലേ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? നിങ്ങൾക്കൊക്കെ ഉള്ളതാ. ഇന്ന് കുട്ടികളാരും ഇല്ല കേട്ടോ. എല്ലാവരും പണിക്ക് പോയി. ഞാനും ഷംനും ഏമി മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ലെങ്കിൽ അവരൊക്കെ ഉണ്ടെങ്കിൽ കുട്ടീനെ കുറച്ച് നേരമൊക്കെ അവർ നോക്കുന്ന ആരുമില്ല. ഞാൻ തുടക്കാണ്. ഇനി നീക്കുമ്പോഴത്തേക്കും പണികളൊക്കെ കഴിക്കണം എന്നുണ്ട്. പക്ഷെ ആട്ടേച്ചാൽ മാത്രം പോരല്ലോ, അവനും കൂടി വിചാരിക്കണ്ടേ. ഇവിടെ ആയി. ഇനി അടുത്ത സൈഡ് മറിച്ചിട്ടുണ്ട്. എടുക്കണുണ്ടോ? അതെന്താ വെച്ചിട്ടാ ചക്കര ഞങ്ങൾ ചൂടാൻ വെച്ചിരിക്കുക. ഞങ്ങൾ ചായക്ക് കഴിക്കാൻ. ഞങ്ങളെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ. ഇപ്പോൾ ടൈം 11:45. ഇതപ്പോൾ ഇവിടെ ചോറായി, ഉപ്പേരി, മീൻ പൊരിച്ചത്, സാമ്പാർ കേട്ടോ. ഇപ്പം നമ്മൾ കഴിക്കണതൊന്നും വീഡിയോ എടുക്കണില്ല കേട്ടോ. എന്നും ഒരേപോലെ ആയ രസം ഉണ്ടാവില്ലല്ലോ. അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ ചായ കുടിക്കണത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇനി ഈ നേരത്തെ ഞങ്ങൾക്കൊരു ചായ കുടി ഉണ്ട് കേട്ടോ. ഇനി ചായ കുടിക്കാൻ പോവുക. ചക്കര കിഴങ്ങ് ഇവിടെ ചുട്ടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണതൊന്നും കാണിക്കണില്ല. ഇനി കുളിക്കണം. 11:45 ചക്കര കിഴങ്ങ് ചുട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അക്ഷരങ്ങളൊക്കെ തെറ്റി പോകുന്നുണ്ട്.